ഇന്ന് കുട്ടീസിനൊക്കെ അവധിയല്ലേ. അപ്പോൾ ഇന്നെല്ലാം പതുക്കെ സമാധാനത്തിൽ ചെയ്യാമെന്ന് കരുതി കേട്ടാ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതും കഴിച്ചതൊക്കെ ലേറ്റായി പോയേ. അപ്പോൾ ഇന്നലെ രാത്രി കുറച്ച് ചെമ്മീൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടാ. അതൊന്ന് ഐസ് പിടിച്ചിരിക്കുകയായിരുന്നേ. അത് വെള്ളത്തിലോട്ട് എടുത്തിട്ട് കേട്ടാ. അപ്പോൾ ഇന്ന് ചെമ്മീൻ ഫ്രൈയും സാമ്പാറും ബീട്രൂട്ട് തോരനും ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടാ. അങ്ങനെ ഇതാ സാമ്പാറിൻ്റെ പച്ചക്കറികളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ. അങ്ങനെ ഇതാ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തെടുത്തേ. അത് കഴിഞ്ഞിട്ട് ഞാനിതാ പരിപ്പ് ഒരു സൈഡിൽ വേവിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ ചോറും അടുപ്പത്തോട്ട് വെച്ച് കേട്ടാ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഞാനൊന്ന് ബീട്രൂട്ടിൻ്റെ തൊലി ഒന്ന് ചെതുക്കിയെടുക്കുകയാണ്. അങ്ങനെ ബീട്രൂട്ടിൻ്റെ തൊലി ഒന്ന് കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പിൽ ഒരു വിസിൽ കേട്ടാ. ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേക്കും പരിപ്പ് നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടാ. അത് കഴിഞ്ഞിട്ട് ഞാനിതാ നമ്മുടെ പച്ചക്കറി കഷ്ണങ്ങളൊന്ന് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലോട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കേട്ടാ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തേ. ഞാൻ ഇതിലോട്ട് ഒന്ന് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. പച്ചവെള്ളമല്ല, ചൂടുവെള്ളമാണ്. പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാളും ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ അതൊന്ന് കുക്കാവാൻ വേണ്ടി വെച്ചേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബീട്രൂട്ട് ഒന്ന് കഷ്ണങ്ങളാക്കി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എനിക്കിത് 2 പ്രാവശ്യം ചോപ്പ് ചെയ്തെടുക്കണം. എൻ്റെ ചോപ്പർ ഒന്ന് ചെറുതാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ചോപ്പർ ഉള്ളത് നല്ല ഉപകാരമാണല്ലേ. പച്ചക്കറി കട്ട് ചെയ്ത് സമയം കളയണ്ടല്ലോ. അത് കഴിഞ്ഞ് ഞാൻ പാലും അടുപ്പത്തോട്ട് വെച്ചു കേട്ടോ, ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഞാൻ ബീട്രൂട്ട് അടുപ്പത്തോട്ട് വെച്ചു, അരപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഇവിടെ തോരനാണ് ഇഷ്ടം, മെഴുക്ക് വരട്ടിയേക്കാളും കേട്ടോ. അതാണ് എപ്പോഴും തോരൻ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അമ്മ ഇതാ കൊഞ്ചൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി തന്നു കേട്ടോ. അതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേ. അതങ്ങനെ അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വെന്ത് കേട്ടോ. അതും ഒരു വിസിൽ കേട്ടാൽ മതി, അപ്പോഴത്തേക്കും വെന്ത് കിട്ടുവേ. അത് കഴിഞ്ഞിട്ട് ഇത് അരപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ എണ്ണ ഒഴിച്ചു, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കായം ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കി എന്നിട്ട് ആ മിക്സ് ഒന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് കേട്ടോ. ഇതൊരു തട്ടിക്കൂട്ടി സാമ്പാറാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. അങ്ങനെ സാമ്പാർ പൊടിയോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ആ മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് കായവും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാനിത് ചെമ്മീൻ ഫ്രൈ ചെയ്യുകയാണ്. അങ്ങനെ ചെമ്മീൻ ഇത് എണ്ണ ഒഴിച്ച് ചെമ്മീൻ ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഞാനങ്ങനെ ഒരു സൈഡ് വെന്തപ്പോൾ അടുത്ത സൈഡും കൂടെ ഇട്ട് കൊടുത്ത് വേവിച്ചെടുത്ത് കേട്ടോ. ഇവിടെ ഇത് ഈ ചെമ്മീനിൽ മസാല ഇടുന്നതിനേക്കാളും ഈ വെളുത്തുള്ളി ഇട്ട് ഫ്രൈ ചെയ്യുന്നതാണ് ഇവിടെ മക്കൾക്കും ഏട്ടനൊക്കെ ഇഷ്ടം. അങ്ങനെ ഇതാ നമ്മുടെ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പും നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. നമ്മുടെ ഈ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുറോ എന്തെങ്കിലും വെച്ച് ഒന്ന് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കൗണ്ടർ ടോപ്പൊന്നും വൃത്തികേടാവില്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇതാ ഞാനിതാ കിച്ചണും കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചവിട്ടി